ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിന്റെ പുതിയ മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? താനൂരിന്നാണ്. എന്താണ് പേര്? എന്താണ്? ഖദീജ? ഹൈറുനീസ. ഓക്കെ, ഞാൻ പറയണ കേക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. മുന്നേ വിളിച്ചിട്ടുണ്ടോ പരിപാടിയിലേക്ക്? ആദ്യമായിട്ടാണല്ലേ? ഓക്കെ. പിന്നെ പരിപാടിയൊക്കെ കാണാറുണ്ടോ? അറിയാലോ അല്ലേ? കാണാറുണ്ട്. അപ്പൊ സമ്മാനം വാങ്ങുമെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എന്നാല് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഖുർആനിൽ റൂഹുൽ അമീൻ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത് ആരെ കുറിച്ചാണ്? ചോദ്യം മനസ്സിലായല്ലോ? ഖുർആനിൽ റൂഹുൽ അമീൻ എന്ന് പേര് പറഞ്ഞ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ആരെ കുറിച്ചാണ്? ഓപ്ഷൻസ് പറയാം. മുഹമ്മദ് നബി അലൈഹിസ്സലാം, മുഹമ്മദ് നബി അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാം. റൂഹുൽ അമീൻ എന്ന് പേര് പറയുന്നത് ആദം നബി അലൈഹിസ്സലാം എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ആ ഉത്തരം സംശയമൊന്നുമില്ല? ഇല്ല. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം എന്നുള്ള ഉത്തരം ഞാൻ ഫിക്സ് ചെയ്യാണ്. പക്ഷേ ശരിയായിട്ടുള്ള ഉത്തരം ജിബ്രീൽ അലൈഹിസ്സലാം ആണ്. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് റൂഹുൽ അമീൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് വിഷമിക്കണ്ട, അടുത്ത പ്രാവശ്യം എന്തായാലും വിളിച്ചിട്ട് സമ്മാനം വാങ്ങാം. ഓക്കെ, ഓക്കെ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? ഹബീബ. എവിടെയാണ് സ്ഥലം? പരപ്പനങ്ങാടി. എന്തൊക്കെയാണ് ഹബീബ വിശേഷങ്ങളൊക്കെ? റാഹത്താണ്. ഓക്കെ, നമ്മള് പരിപാടിയൊക്കെ കാണാറുണ്ടല്ലോ അല്ലെ? കാണാറുണ്ട്. അപ്പൊ ചോദ്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അല്ലാഹു കാറ്റിനെ അധീനപ്പെടുത്തി നൽകിയിട്ടുള്ള പ്രവാചകൻ ആരാണ്? ഇപ്പോ ഓപ്ഷൻസ് പറഞ്ഞുതരാം. അറിയുന്നതാണ്, എന്നാലും നമുക്കൊരു സംശയം വരും. ഓപ്ഷൻസ് ഉണ്ട്. ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം. ഇതിൽ ആരാണ് കാറ്റിനെ അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത്? സുലൈമാൻ നബി അലൈഹിസ്സലാം. ഉറപ്പാണോ? ഓർപ്പിക്കാം. ഓക്കെ, അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാം എന്നുള്ള ഉത്തരം ഞാൻ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഉത്തരം ശരിയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് കാറ്റ് മാത്രമല്ല, മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാത്തിനെയും അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് നല്ല എളുപ്പമുള്ള ചോദ്യല്ലേ? അപ്പൊ ഇനി എല്ലാം ഇതേപോലെ ആക്കേ. ഓക്കെ, അപ്പൊ ഇനി 2 ചോദ്യം കൂടെയാണ് ഉള്ളത്. അപ്പൊ ആ ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിൻസിയർ ഹോം വേൾഡിന്റെ ഒരു ആകർഷകമായ സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ രണ്ടാമത്തെ ചോദ്യം, ഇതാണ്.
ഇസ്ലാമിന് വേണ്ടി ഷഹീദായ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? സുമയ്യ റളിയല്ലാഹു അൻഹ. സുമയ്യ റളിയല്ലാഹു അൻഹ. ഉറപ്പാണോ? ഉറപ്പിക്കാം. ഉറപ്പിക്കാം. അപ്പോ ഞാൻ വനിത എന്നല്ല ചോദിച്ചതല്ലേ, ആദ്യ രക്തസാക്ഷി എന്നാ ചോദിച്ചത്. ഉറപ്പാണല്ലേ? വനിത എന്നല്ല, ആദ്യ രക്തസാക്ഷിയോ? ആദ്യ രക്തസാക്ഷി. ഉറപ്പല്ലേ? ഞാൻ ഫിക്സ് ചെയ്യട്ടെ? ഉറപ്പിക്കാം. ഉറപ്പിക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്ന് വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ചോദിച്ചതാണ്, വനിതയാണോ പുരുഷനാണോ എന്നൊക്കെ. ആദ്യ രക്തസാക്ഷി അതിൽ വനിത പുരുഷൻ എന്നുള്ള വിവേചനമൊന്നുമില്ല. ആദ്യ രക്തസാക്ഷി സുമയ്യ ബീവി. അത് കൃത്യമായിട്ടുള്ള ഉത്തരാണ്. ഓക്കെ. പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് ഇതായേ ഉള്ളൂ, മാറ്റി പറഞ്ഞൊന്നുമില്ല. അത് ചില ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഞാൻ അതേപോലെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർക്ക് ആകെ ഡൗട്ടായിട്ട് ചിലപ്പോൾ ശരി ഉത്തരം തന്നെ തെറ്റിച്ച് പറയാറുണ്ട്. ഹബീബ ബുദ്ധിപരമായി ഓക്കെ. അപ്പൊ ഹബീബ എന്തായാലും ഉത്തരം ശരിയാക്കിയിരിക്കുന്നു. ഇപ്പൊ 2 ചോദ്യങ്ങള് ഉത്തരം കൃത്യമായിട്ട് തന്നിട്ട്, രണ്ടും ഞാൻ താരതമ്യേന നോക്കുമ്പോ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോ ഇനി മൂന്നാമത്തത് നമ്മുടെ ഓപ്ഷൻസോ സഹായങ്ങളോ ഇല്ലാത്ത മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കാം. മൂസാ നബിയുടെ ഭാര്യ പിതാവ് ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഷുഐബ് നബി അലൈഹിസ്സലാം. ഉറപ്പാണോ? അപ്പൊ ഭാര്യന്റെ പേരെന്തായിരുന്നു? പറഞ്ഞുപോയി അല്ലേ? ഓക്കെ. അപ്പോ ഞാൻ എന്തായാലും ഷുഐബ് നബി അലൈഹിസ്സലാം എന്നുള്ള ആൻസർ ഫിക്സ് ചെയ്യാണ്. ഹബീബ ഇതും കൂടെ ശരിയായി കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടായിരിക്കും. സന്തോഷം ഉണ്ടാവോ സമ്മാനമൊക്കെ കിട്ടിയ? അതല്ല ഇനി ഇത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സങ്കടാവോ? എന്നാലും ഒരു വിഷമം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും വിഷമിക്കണ്ട, ഷുഐബ് നബി ശരിയായിട്ടുള്ള ഉത്തരാണ്. അപ്പൊ 3 ഉത്തരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് ഹബീബ സമ്മാനം വാങ്ങിയിരിക്കുകയാണ്. താങ്ക് യു. സമ്മാനം വാങ്ങിയതിന് ഞങ്ങൾ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പൊ ഇനിയും എന്തായാലും ഇതേപോലെ വിളിക്കണം. പക്ഷെ ഇനിയത്തെ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ എന്ത് ചെയ്യും, ചോദ്യങ്ങളൊക്കെ കട്ടിയുള്ളതാക്കും. ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞേ? ഗിഫ്റ്റ് നിങ്ങൾ ഇവിടുന്ന് കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അറിയിച്ചാൽ മതി. ഓക്കെ. ഓക്കെ. അപ്പോൾ ഹബീബ വിളിച്ചതിലും സംസാരിച്ചതിലും പങ്കെടുത്തതിലും സന്തോഷം. വീണ്ടും വിളിക്കുക, വീണ്ടും സമ്മാനങ്ങൾ നേടാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇൻഷാ അല്ലാഹ് വീണ്ടും സംസാരിക്കാം. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? ഫാത്തിമ. ഫഹ്മ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ജനതാ ബസാർ. ഓക്കെ. ഫാത്തിമ മോള് പഠിക്കുകയാണോ? ഞാൻ 6ാം ക്ലാസ്സില്. 6ാം ക്ലാസ്സില്. ഓക്കെ. എന്തൊക്കെയാണ് സ്കൂളിലെയും വീട്ടിലൊക്കെ വിശേഷങ്ങള്? കുഴപ്പമില്ല. കൊറേ നേരമായോ വിളിക്കുന്നു? ആണോ? ഫോൺ കിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ. അപ്പൊ ഇപ്പൊ എന്തായാലും ഫോൺ കിട്ടിയല്ലോ, സന്തോഷായല്ലോ? സന്തോഷായി. അപ്പൊ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടല്ലോ അടുത്തല്ലേ? ഉമ്മ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്നാലും നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ആദ്യത്തെ ചോദ്യം ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അള്ളാഹുവിന്റെ എത്ര പേരുകളാണ് ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ളത്? ഞാൻ ഓപ്ഷൻസ് തരാം. 199. അള്ളാഹുവിന്റെ എത്ര പേരുകൾ ഖുർആനിൽ പറയപ്പെട്ടിട്ടുണ്ട്? എണ്ണമാണ് പറയേണ്ടത്. ഞാൻ ഓപ്ഷൻസ് തരാം. 199, 999, 99. 99 സംശയത്തോടെയാണോ പറയണത്, ഉറപ്പിച്ചിട്ടാണോ? ഓ, കുറച്ചേരൊക്കെ ആലോചിക്കാം. പക്ഷെ വേഗം ആലോചിക്കണേ.
ഓപ്ഷൻ പറയാ. 199, 999, 99. 999. 999. ആദ്യം പറഞ്ഞത് 99, പിന്നെ പറഞ്ഞത് 999. ഇതിലേതാ ഞാൻ ഫിക്സ് ചെയ്യേണ്ടത്? സംശയമാണ്. വേഗം സംശയം തീർക്കോ, സമയം കുറവാണ് നമുക്ക്. 999. ആരമ്മയാണോ പറഞ്ഞത്? ഉമ്മാക്ക് അറിയില്ല. അറിയൂല, പക്ഷെ എന്നാലും പറഞ്ഞതാണ്. ഞാനത് ഉറപ്പിക്കട്ടെ. ഓക്കെ, അപ്പോ 999 എന്നുള്ള ഉത്തരം ഉമ്മ പറഞ്ഞത് തെറ്റിപ്പോയി. ശരിക്കും 99 ശരിയായിട്ടുള്ള ഉത്തരം. അത് ആദ്യം പറഞ്ഞു, പിന്നെ രണ്ടാമത് ഡൗട്ടാണ്, ഞാൻ ആലോചിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്തുനിന്ന് തെറ്റായ ഉത്തരം വാങ്ങിയിട്ട് വന്ന്. എന്താ ചെയ്യാ? അപ്പൊ എന്ത് ചെയ്യാ, അടുത്ത പ്രാവശ്യം വിളിക്കുമ്പം കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യാ, ഉത്തരൊക്കെ ഒന്ന് പറയാട്ടോ. കുഴപ്പമില്ല, നമുക്ക് ചില കാര്യങ്ങൾ അറിയണതാണെങ്കിലും ഉമ്മാർക്കൊക്കെ എന്ത് വരും, സംശയം വരും. 99 ആണോ 900 ആണോ? അള്ളാഹുവിന്റെ പേരല്ലേ, ചിലപ്പോ കുറെ പ്രാവശ്യം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ആ സംശയം മാറി കിട്ടിയല്ലോ. 99 ആണ്, അങ്ങനെ അധികം ഒന്നുമില്ല, 99 പ്രാവശ്യം ഉള്ളൂ എന്നുള്ളൊരു അറിവ് നമുക്ക് കിട്ടിയില്ലേ. അതിപ്പോ ഉമ്മാക്ക് മോള് വിളിച്ച കാരണല്ലേ കിട്ടിയത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ സമ്മാനൊക്കെ നമുക്ക് ഇനിയും വാങ്ങാം. അപ്പൊ ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാത്ത കാര്യം ഇനി നമ്മള് ചാനലിൽ അറിയിക്കും എന്നാണ് വിളിക്കേണ്ടതെന്നുള്ള സമയം ചാനലിൽ ഉണ്ടാവും. ടി വി ഇല്ലേ? അപ്പൊ യൂട്യൂബിൽ നമ്മൾ കേരള വിഷന്റെ പരിപാടികൾ ഇസ്ലാമിക് ടെലികിസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കമന്റ് സെക്ഷനിൽ ടൈമൊക്കെ അറിയിക്കും. ഓക്കെ, അപ്പൊ അതിൽ നോക്കിയിട്ട് മോള് വിളിക്കുക. അടുത്ത പ്രാവശ്യം എന്തായാലും ഉമ്മയും മോളും സമ്മാനം വാങ്ങണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്നാ പിന്നെ അടുത്ത തവണ നമുക്ക് വീണ്ടും സംസാരിക്കാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ ഇസ്ലാമിക് ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ്? എന്താണ് പേര്? മൈമൂന. മൈമൂന. ഇത്ത വർക്ക് ചെയ്യാണോ, പിന്നെ വീട്ടമ്മയാണോ? വീട്ടമ്മയാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഭർത്താവുണ്ട്, പിന്നെ 5 മക്കളുണ്ട്. പിന്നെ കുട്ടികളൊക്കെ പഠിക്കുകയാണോ, ജോലിക്കാരാണോ, എന്താണ് ചെയ്യണത്? ഒരാൾ പഠിക്കുന്ന, ഒരാളെ കല്യാണം കഴിച്ചെടുത്ത്, 3 ആൾ ജോലിക്കാരാണ്. അപ്പൊ വലിയ മക്കളൊക്കെ ആണല്ലേ. പിന്നെ നമ്മൾ കേരള വിഷന്റെ പരിപാടികളൊക്കെ കാണാറുണ്ടോ? കാണലുണ്ട്. ഇതില് മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, വിളിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ അടുത്ത് ആരാ ഉള്ളത് സഹായിക്കണമെങ്കിലൊക്കെ, ചോദ്യമൊക്കെ ചോദിച്ചാല്? ഇപ്പം മക്കൾ 2 ആളുണ്ട് ഇവിടെ. ഓ മതി, ധാരാളം. നമുക്ക് പരിപാടിയൊക്കെ അറിയാലോ എങ്ങനെയാണ്. 3 ചോദ്യമാണ് ചോദിക്കുക. അപ്പൊ 3 എണ്ണത്തിനും ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് സിൻസിയർ ഹോം വേൾഡിന്റെ നല്ലൊരു സമ്മാനം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാ സമ്മാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്നാലും നമുക്ക് ആദ്യത്തെ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കാം. താക്ക് ടെൻഷൻ ഉണ്ടോ? ഇല്ല. എന്നാ പിന്നെ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ഓരോ പ്രവാചകന്മാർക്കും ഓരോരോ മൂജിസത്തുകൾ അഥവാ ഓരോ കറാമത്തുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ ഒരു അത്ഭുത സിദ്ധി ഉണ്ടായിരിക്കും. അപ്പൊ സുലൈമാൻ നബിയുടെ മൂജിസത്ത് എന്താണെന്നാണ് ചോദ്യം. ഞാൻ ഓപ്ഷന് പറഞ്ഞുതരാം. 1 വെള്ളപ്പാണ്ട് സുഖപ്പെടുത്താനുള്ള കഴിവ്, 2 വടിയെ പാമ്പാക്കാനുള്ള കഴിവ്, 3 പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ്. ഇതിലേതാണ് സുലൈമാൻ നബിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന മോജിസത്ത്? പക്ഷികളുടെയും മൃഗങ്ങളുടെയും സൗണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ്, ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ്. ഉറപ്പല്ലേ? ഓക്കെ, അപ്പൊ എന്നാലും ഞാൻ ആ ഒരു ആൻസർ ഫിക്സ് ചെയ്യാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള ആ ഒരു ഉത്തരം ശരിയാണ്. സുലൈമാൻ നബിക്കുള്ള അത്ഭുത സിദ്ധി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ മനസ്സിലാക്കാനുള്ളതാണ് എന്ന ഉത്തരം ശരിയാണ്. അപ്പൊ ഇനി 2 ചോദ്യങ്ങളും കൂടെ ഉണ്ട്. അതും കൂടെ
ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമ്മാനം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം. സൂറത്തുൽ ഫാത്തിഹയില് മൊത്തം എത്ര ആയത്തുകളുണ്ട്? സൂറത്തുൽ ഫാത്തിഹയില് ആകെയുള്ള ആയത്തുകളുടെ എണ്ണം? 7 ആയത്തുകളെ. 7 വേഗം ഓതി നോക്കിയതാണോ? ആണോ? അതെ. ആണല്ലേ. ഓക്കെ, അപ്പൊ 7 9? 7 ആയത്തുകളാണ്. 7 ഉറപ്പാണോ? അതെ, ഉറപ്പാണല്ലേ. അപ്പൊ എത്ര ഉറപ്പിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്തിനാണ് ബുദ്ധിമുട്ടി തെറ്റിക്കേണ്ട ആവശ്യം? ഉത്തരം ശരിയാണ്. ആണല്ലേ, സന്തോഷായല്ലോ. അപ്പൊ 2 ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഒറ്റൊരു ആൻസറും കൂടെ ശരിയാക്കി കഴിഞ്ഞാല് നമ്മുടെ സമ്മാനം മൈമൂന താത്തയ്ക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന് പക്ഷെ നമുക്ക് എന്തില്ല, ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതും കൂടെ ശരിയാക്കാൻ പറ്റട്ടെ. ചോദ്യം എന്നാ ഞാൻ ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്. നമ്മളെ ഖുർആനിൽ യജൂജ് മഅജൂജ് ഇങ്ങനെയുള്ള 2 വിഭാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവയുടെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഏത് സൂറത്തിലാണ് പറയുന്നത്? അത് അൽ-കഹ്ഫ് സൂറത്തിലാണ്. അൽ-കഹ്ഫ് ഉറപ്പാണോ? അതെ. ആരും സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ അല്ലേ? ആണല്ലേ. ഓക്കെ, അപ്പൊ തന്റെ ആ ഒരു സംസാരത്തിൽ തന്നെ ആ ഒരു വിശ്വാസം, ആത്മവിശ്വാസം നന്നായിട്ട് അറിയാൻ പറ്റും. ഞാൻ ചോദ്യം ചോദിച്ചു മുഴുവനാകുമ്പോ തന്നെ ആൻസർ ചടപടെ ചാടി വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണ്, ആലോചിക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. അപ്പൊ 3 ചോദ്യത്തിന്റെ ഉത്തരങ്ങളും ശരിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരള വിഷന്റെ സിൻസിയർ ഹോം വേൾഡിന്റെ ഒരു അടിപൊളി സമ്മാനം ഇന്ന് ഇത്താക്ക് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. സന്തോഷായോ? സന്തോഷായി. അപ്പൊ മക്കളോടൊക്കെ പറയാലോ ഇന്ന് എന്താണ് പറഞ്ഞത്? ക്ലിയർ ആയില്ല. ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ നമ്മൾ പങ്കെടുത്ത് നോക്കുക, നമ്മൾ വിജയ പരാജയാണെന്ന്. അതെ അതെ അതെ, പങ്കെടുത്ത് നോക്കുക. വിജയിക്കുന്നതും പരാജയപ്പെടുന്നതൊക്കെ രണ്ടാമത്തെ വിഷയം. പങ്കെടുക്കാനുള്ള ധൈര്യം ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തേത് അല്ലേ? അതെ. അപ്പൊ ഞാൻ അതിൽ പങ്കെടുത്തിരിക്കുന്നു, ഞാൻ വിജയവും കൈവരിച്ചിരിക്കുന്നു എന്നെന്ത് ചെയ്യാം നമുക്ക് മക്കളോട് പറയാം. എന്തായാലും സന്തോഷായല്ലോ? സന്തോഷായി. പിന്നെ എന്താ നോമ്പൊക്കെ ആയിട്ട് സ്പെഷ്യൽ എന്താണ് മക്കളൊക്കെ ഉള്ളതുകൊണ്ട്? ദോശയാണ്. ദോശ. ഓക്കെ, അപ്പൊ എന്തായാലും ദോശയും ചെമ്മീൻ കറിയാണ്. അടിപൊളിയാണല്ലോ, ദോശയും ചെമ്മീൻ കറിയും. നൈസ്. അപ്പൊ എന്തായാലും ഇന്നിപ്പോ എക്സ്ട്രാ വേണമെങ്കിൽ നമുക്ക് ഇത് സമ്മാനമൊക്കെ അടിച്ച സന്തോഷത്തില് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാവുന്നതാണ്, മധുരമൊക്കെ. അതിന് എന്തായാലും ഇതേപോലെ നമ്മൾ ഇനിയും വിളിക്കണം, ഇനിയും സമ്മാനങ്ങളൊക്കെ വാങ്ങണം. അപ്പോ സംസാരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ഇൻഷാ അല്ലാ വീണ്ടും നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഹലോ, അസ്സലാമു അലൈക്കും. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ്? ഫാത്തിമ ലിയ. എവിടെ നിന്നാണ്? എവിടെയാണ്? ചൂച്ചോ? എന്താ സ്ഥലത്ത് പേര്? ചോറ്റൂര്. ഓക്കെ ഓക്കെ, ഞാനേ കേട്ടത് വേറെ ചൂച്ചു എന്നൊക്കെയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള വോയിസ് ആണല്ലോ, അപ്പൊ മനസ്സിലായില്ല. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? സുഖാണ്. നോമ്പുണ്ടോ? ഇയ്യ. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? താത്തമാരോ കാക്കമാരൊക്കെ ഉണ്ടോ? അനിയത്തിയോ? ആരാ ഉള്ളത്? ഉമ്മ, ഉപ്പ, ഇമ്മമ്മ, ഉപ്പപ്പ, മാമനുള്ളൂ. അത്ര ആളുള്ളൂ? അത് മതി. ഓക്കെ. പിന്നെ നമ്മള് പരിപാടിയിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടോ? മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഇയ്യ. ഇപ്പൊ ആദ്യമായിട്ട് വിളിക്കാണ് അല്ലേ? സമ്മാനം വാങ്ങോ? നോക്കാ. ഏത് സ്കൂളിലാ പഠിക്കണേ? അൽഹുദ. പിന്നെ കൊറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? അപ്പൊ എന്നാലേ നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ? ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. അപ്പൊ ചോദ്യം ഇതാണ്.
മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരൻ ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ പറഞ്ഞുതരാം, പറയട്ടെ. ആ ഇബ്രാഹിം നബി, ഹാറൂൺ നബി, മൂസാ നബി. ഹാറൂൺ നബി. ഹാറൂൺ നബി ഉറപ്പാണോ? യെസ്. ഓക്കെ. അപ്പം മോളെ പേരെന്തായിരുന്നു? ഫാത്തിമ ലിയ. ലിയ. അപ്പൊ ലിയ പറഞ്ഞിട്ടുള്ള ഉത്തരം ഹാറൂൺ നബി അലൈഹിസ്സലാമാണ്. ഉത്തരം ശരിയാണ്. താങ്ക് യു. ഓ താങ്ക് യു. ഓക്കെ, അപ്പോൾ ഉത്തരം ശരിയാണ്. ഇനി നമുക്ക് 2 ചോദ്യം കൂടെയാണ് ഉള്ളത്. ആ ചോദ്യത്തിനും കൂടെ ഉത്തരം ശരിയാക്കി കഴിഞ്ഞാൽ സമ്മാനം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. ലിയമോൾ കേൾക്കുന്നുണ്ടോ? യെസ്. ചോദ്യം ഇതാണ്. ഖുർആനിൽ ഒരായത്തുണ്ട്. ഈ ആയത്തിൽ അള്ളാഹു എന്ന പദം ആവർത്തിച്ച് കുറച്ച് തവണ പറയുന്നുണ്ട്. കടത്തിനെ കുറിച്ചിട്ടാണ് ഈ ആയത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ എത്ര തവണയാണ് അള്ളാഹു എന്നുള്ള നാമം ഈ ഒരു ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ക്ലൂ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 താഴെയാണ്. 10 താഴെ. അതായത് ഖുർആനിൽ ഒരു സൂറത്തിൽ കടത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ആയത്തുണ്ട്. സൂറത്ത് ആയത്തെന്താന്ന് അറിയാലോ? സൂറത്തിലുള്ള കുറച്ച് ആയത്തുകൾ. ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട്. അള്ളാഹു 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 എന്ന് ഇത്ര തവണ പറയുന്നുണ്ട്. അത് എത്ര എണ്ണമാണ്? ആ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. കിട്ടിയ 10 താഴെയാണ്. ആലോചിച്ച് നോക്കിക്കോ. ഏഴ് 7. ഒന്നും കൂടെ ആലോചിക്കാം. 5 7 ഉറപ്പാണോ? 5 or 7? 5. ഇത് ഒറ്റയ്ക്ക് പറഞ്ഞാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്തണോ? ഒറ്റയ്ക്ക് പറഞ്ഞതാണ്. പക്ഷെ എന്നാലും ലിയമോൾ പറഞ്ഞിട്ടുള്ളത് 5 ആണ്. ഞാനത് ഫിക്സ് ചെയ്യട്ടെ? തെറ്റിപ്പോയ സങ്കടാവോ? അയ്യ കേൾക്കാൻ നല്ല രസമാണ്. ഇല്ല എന്നല്ല, ഇയ്യ എന്നാ പറയണത്. അപ്പോ മോള് പറഞ്ഞിട്ടുള്ള ഉത്തരം തെറ്റാണ്. 5 അല്ല 7 അല്ല 6 ശരിയായിട്ടുള്ള ഉത്തരം. ഞാൻ അതാണ് 7 പറഞ്ഞപ്പോൾ ഒന്നും കൂടെ ഇങ്ങനെ പറഞ്ഞത്. അതൊരു ക്ലൂ ആയിരുന്നു. അപ്പം സാരമില്ല, എന്നാലും നല്ല രസമായിട്ട് ഞങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞു. എനിക്ക് നല്ല ഇഷ്ടമായി. മോളെ സംസാരമൊക്കെ നല്ല രസമുണ്ട്. അപ്പം ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം? സമ്മാനം വാങ്ങണം. ഓക്കെ? അപ്പോൾ സങ്കടമൊന്നും വിചാരിക്കണ്ട. നമുക്ക് സംസാരിക്കാൻ പറ്റിയത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇൻഷാ അല്ലാ അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് സമ്മാനം വാങ്ങണം. ഓക്കെ? എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ന്യൂസിലേക്ക് സ്വാഗതം. ആരാണ്? എന്താണ് പേര്? സഫിയ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നോമ്പ് പോണു. മഴ ഉണ്ടോ? നേരിയൊരു മഴ. പിന്നെ നോമ്പിന്റെ പണികളൊക്കെ കഴിഞ്ഞോ? ഒരുവിധം തീർന്നു. നമ്മളെ പരിപാടിയൊക്കെ കാണാറുണ്ടോ?
ആ ഉണ്ട്. പരിപാടി കാണാറുണ്ടല്ലേ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോയാലോ? ഓക്കെ. ചോദ്യങ്ങളിലേക്ക് പോയാൽ റെഡി ആയി നിൽക്കാണ് തോന്നുന്നുണ്ടല്ലോ. ആയിക്കോട്ടെ, എന്താ പിന്നെ ഞാൻ ഇനി വെയിറ്റ് ചെയ്യിപ്പിക്കണില്ല. ഞാൻ എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: നോമ്പുകാരൻ പ്രവേശിക്കുന്ന സ്വർഗ കവാടത്തിന്റെ പേരെന്താണ്? ഓപ്ഷൻസ് ഉണ്ട്: ബാബു സ്വലാത്ത്, ബാബു സൗമ്, ബാബു റയ്യാൻ. ബാബു റയ്യാൻ. ആ, ഞാൻ ചോദ്യം ഫുള്ളാക്കണതിന്റെ മുന്നേ തന്നെ നിങ്ങൾ ഉത്തരം പറഞ്ഞെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പൊ ഇതൊക്കെ എനിക്കറിയാം അല്ലേ? ഓക്കെ. അപ്പൊ ആണല്ലേ? ഓക്കെ. ആ നോമ്പാകുമ്പോ നമ്മൾ പ്രത്യേകിച്ചും പല പ്രഭാഷണങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അങ്ങനെയാണല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും കേട്ടത് തെറ്റിയിട്ടില്ല, ഉത്തരം ശരിയാണ്. ബാബു റയ്യാൻ. റയ്യാൻ എന്നുള്ള കവാടത്തു കൂടെയാണ് നോമ്പുകാര് പ്രവേശിക്കുക എന്നാണ് പറയാം. അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യത്തിന് നമുക്ക് എന്തില്ല, ഓപ്ഷൻസ് ഉണ്ടാവില്ല. ഒരു ക്ലൂ ആണ് തരാം. ഓക്കെ. അപ്പൊ ചോദ്യം ഇതാണ്: ഇഹത്തിലും പരത്തിലും നീ എന്റെ സഹോദരനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സ്വഹാബിയോടാണ് പറഞ്ഞത്? ഇഹലോകത്തും പരലോകത്തും നീ എന്റെ സഹോദരനായി എന്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞത് ഏത് സ്വഹാബിയോടാണ്? ക്ലൂ പറഞ്ഞു കഴിഞ്ഞാല് 2 അക്ഷരമുള്ള പേരാണ്. ഇദ്ദേഹം നബിയുമായിട്ട് കുടുംബബന്ധം ഉണ്ടായിരുന്ന ആളാണ്. നബിയുടെ സ്വഹാബികളെ കൂട്ടത്തില് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. ഉറപ്പാണോ? 2 അക്ഷരം എന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഓക്കെ. ഇപ്പൊ ഹംസ റളിയല്ലാഹു അൻഹു 2 അക്ഷരല്ലേ ഉള്ളൂ. ആ, ശരിയാണല്ലോ. ഇനി അതാണോ? അല്ല, തെറ്റിയാലോ? കുഴപ്പമില്ല, എന്നാലും അലി റളിയല്ലാഹു അൻഹു തന്നെ. ഓക്കെ. എന്നാ പിന്നെ ഇപ്പൊ എന്താ ചെയ്യാ, ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ. അലി റളിയല്ലാഹു അൻഹുവിനോടാണ് വളരെ വൈകാരികമായിട്ട് റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ബന്ധങ്ങളൊക്കെ ഞാൻ പറയാൻ തന്നെ അറിയാലോ. ഓക്കെ. അപ്പൊ ഇനിയുള്ളത് നമ്മുടെ ലാസ്റ്റത്തെ ചോദ്യമാണ്. ഈ ചോദ്യത്തിനും കൂടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തായി? സമ്മാനായി. അതെ, ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് സമ്മാനായി. ഇതിപ്പോ രണ്ടും എളുപ്പമുള്ളതല്ലേ? ഞാൻ ചോദിച്ചത്. ആഹാ, അത് ശരിയല്ല, ഞാൻ എളുപ്പമുള്ള ചോദിച്ചിട്ടില്ല എന്നല്ലേ? ഓക്കെ. അപ്പോ അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ നമ്മൾ ഖുർആൻ ക്ലാസ്സിലൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇതൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും, എന്നാലും സിമ്പിളാണ്. ആദം നബീനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ആദം നബി അലൈഹിസ്സലാം. അപ്പൊ മനുഷ്യപിതാവായ ആദം നബിയുടെ പേര് അല്ലെങ്കിൽ ആദം നബിയെ കുറിച്ച് ഖുർആനിൽ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട് എന്നാണ്. എണ്ണാണ് വേണ്ടത്, എത്ര പ്രാവശ്യമാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. എത്ര പ്രാവശ്യം ആദം നബിയെ കുറിച്ച് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നതാണ് ചോദ്യം. ക്ലൂ ശരിക്കും ഇതിന് ലാസ്റ്റത്തെ ചോദ്യത്തിന് ക്ലൂ ഇല്ല. പക്ഷെ ആദ്യത്തെ ചോദ്യത്തിനൊന്നും ക്ലൂ എടുക്കാത്തത് കൊണ്ട് ഞാൻ ചെറിയൊരു എന്താ പറയാ, ഒരു 30-ന്റെയും 40-ന്റെയും ഇടയ്ക്ക് എന്നൊക്കെ പറയാം. ഒറ്റ ആൻസർ പറയാം. ഇതും കൂടെ ശരിയാക്കിയാല് നമ്മുടെ സമ്മാനം. കിട്ടിയോ? 30-40 ഇടക്ക്. 30-40 ഇടക്കാണ്. ആ, ഇടക്കുള്ള ഒരു സംഖ്യയാണ്. കിട്ടിയോ? 35. ഉറപ്പിക്കട്ടെ ഞാന്?
ഒറ്റ ആൻസർ 35. 25 തോന്നി. 30ന്റെയും 40ന്റെയും ഇടയ്ക്ക് 25 സാധാരണ വരില്ല. 30ന്റെയും 40ന്റെയും ഇടയ്ക്ക് നിങ്ങളോട് പറഞ്ഞ 35. അത് ഉറപ്പിക്കട്ടെ? 37. ഉറപ്പിക്കട്ടെ? 35 37 35 25 അല്ല, 30 40ന്റെ ഇടയിലാണെന്ന്. അപ്പൊ നമ്മള് സമയം ഏകദേശം കഴിഞ്ഞ്. ഇത്ത പറഞ്ഞത് 35 അല്ലേ? ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ ഞാനത് ഫിക്സ് ചെയ്യാണ്. പക്ഷെ ആ ഉത്തരം തെറ്റാണ്. 34 ശരിയായിട്ടുള്ള ഉത്തരം. ജസ്റ്റ് മിസ്സാണ്. അന്ന് ഒരു ദിവസം എന്റെ പേരക്കുട്ടി വിളിച്ചപ്പോ ഉത്തരം പറഞ്ഞത് ഇതുപോലെ തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷെ അത് ഒരുപാട് ആൾക്കാർ ശരിയാണെന്നും പറഞ്ഞു. ആണോ? സമ്മൂദ് അതാണ് ഉത്തരം. കമന്റിൽ പിന്നെ വന്നിരുന്നു, അത് ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു. അത് പറഞ്ഞ ഉത്തരം ശരിയാണല്ലോ. പിന്നെ അതെന്താ, പിന്നെ നിങ്ങൾ പറഞ്ഞത് ആദ്യം സമൂദ് എന്നാണ്, പക്ഷെ സമൂദ് എന്നാണ് ശരിക്കുള്ളത് എന്ന് പറഞ്ഞിരുന്നു. അത് ഈ ചരിത്രവും പിന്നെ ഖുർആാനും തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഖുർആാനിലുള്ള ഇത്തരം ചോദ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ആൻസർ ആയിരിക്കും. അത് 34 35 അതൊക്കെ എണ്ണങ്ങളായതുകൊണ്ട് അത് കൃത്യമാണ്. സമ്മൂദ് അത് നിങ്ങൾ പറഞ്ഞത് അന്ന് പിന്നെ വിവാഹമുള്ള സൂറത്തിലുണ്ടെന്നാണ്. പക്ഷെ അന്ന് തന്ന വിവാഹം എന്നുള്ള സൂറത്താണ് പറഞ്ഞത്. പക്ഷെ അന്ന് അത് പിന്നെ ശംസി എന്നുള്ള സൂറത്തിലാണ് പറഞ്ഞത് ശരിക്കും സമൂദ് എന്നുള്ളത് വരുന്നത്. അങ്ങനെയാണ് ആ ക്ലൂ തെറ്റിയതായിരുന്നു. ക്ലൂ തെറ്റിപ്പോയതാണല്ലേ? എന്നിട്ട് സമ്മാനം അവർക്ക് മിസ്സായിട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു, സങ്കടമായിട്ടുണ്ടാവും. അപ്പൊ ഇൻഷാല്ലാ ഇനിയത്തെ പ്രാവശ്യം അങ്ങനെയുള്ള തെറ്റുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാട്ടോ. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ചെറിയൊരു പോയിന്റിനാണ് ഇപ്രാവശ്യം മിസ്സായിട്ടുള്ളത്. 34 ആണ്, 34 അതിൽ 35. ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഇതേപോലെ തന്നെ എന്ത് ചെയ്യാ, ട്രൈ ചെയ്യണം. അപ്പൊ നമുക്ക് സമ്മാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഇൻഷാല്ലാ. ഓക്കെ എന്നാ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കേരള വിഷൻ സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് ഒരു മത്സര വിജയിയാണ് ഉള്ളത്. ഒരുപാട് പേര് നമ്മുടെ അവസാന നിമിഷങ്ങളിൽ വെച്ചിട്ടാണ് ഉത്തരം തെറ്റായിട്ട് പറയുകയും സമ്മാനം നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആരും വിഷമിക്കേണ്ടതില്ല. കൃത്യമായിട്ട് കൺഫ്യൂഷൻ ഇല്ലാതെ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമ്മളെ വിളിക്കുക, മത്സരത്തിൽ പങ്കെടുക്കുക, സമ്മാനങ്ങൾ നേടുക. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.